ഇപ്പോൾ ഞാൻ ഇന്നലെ പിന്നെ VS-ൻ്റെ അതെ അതെ ഫ്യൂണറലിൻ്റെ അവിടെ പോയിരുന്നു. ഇവിടുന്നേ പോയി തൊട്ട്. അതെ അതെ. പക്ഷേ എനിക്കതിൽ സന്തോഷമാണ് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനും 75 വർഷം ജീവിച്ചു. ഞാൻ ഇന്ന് മോന് മെസ്സേജ് അയച്ചിരുന്നു, അരുണിന്. അദ്ദേഹത്തിൻ്റെ കൂടെ 75 വർഷം ജീവിച്ചു എന്നുള്ള അഭിമാനത്തിനാണ് ഞാൻ പോയത്. അതെ അതെ അതെ. അങ്ങനെയാണ് ഞാൻ ആൾക്കാരെ കാണുന്നത്. അതെ അതെ അതെ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമോ അതൊക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷേ അതിനപ്പുറത്ത് മനുഷ്യൻ, സ്നേഹിക്കുന്ന മനുഷ്യൻ, കടുത്ത തീരുമാനമെടുക്കുന്ന മനുഷ്യൻ, ധീരനായ മനുഷ്യൻ, അവരെയൊക്കെ എനിക്കിഷ്ടം. ഇപ്പം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഇന്നലെ VS-നെ കാണാമെന്ന് ജനങ്ങളെ കണ്ട് അന്തം വിട്ടുപോയി ഞാൻ. അവർക്ക് എന്തെല്ലാം ജോലിയുണ്ട്, എന്തൊക്കെ മനസ്സുകളാണ് അവർക്ക്, ആയിരക്കണക്കിന് മനസ്സുകളാണ് അവരിൽ. രാഷ്ട്രീയമില്ല, ജാതി മതഭേദങ്ങളില്ല, ഒന്നും. ഞാൻ പോകുന്നത് രാഷ്ട്രീയക്കാരനായിട്ടല്ല. പിന്നെ ഇപ്പം എന്ത്? അതെ അതെ. ഞാൻ പറഞ്ഞില്ലേ, ഒരു 75 കൊല്ലം ഞാനും അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചു എന്നുള്ളതാണ് ഒരു അഭിമാനമാണ് അവിടെ എത്തിച്ചത്. അല്ല, അദ്ദേഹത്തിനെ പോലെയുള്ള ഒരാളുടെ അടുത്ത് എനിക്ക് ഉത്തരവാദിത്വമുണ്ട്, ഞാൻ പോകണം. അതാണ് ഇത് എല്ലാവർക്കും ഉണ്ട്. നമ്മളെല്ലാവരും അവിശ്വസിക്കേണ്ട കാര്യമില്ല. ഒരുപക്ഷെ AKG ഇല്ലാത്തൊരു കാലത്ത് അത് പൂരിപ്പിച്ചത് എനിക്ക് തോന്നുന്നത് VS-നെ പോലുള്ള ആളുകളായിരിക്കും അല്ലേ? ഇപ്പം അങ്ങനെ എനിക്കറിയാം. അതെ അതെ. ഞാൻ അദ്ദേഹത്തിൻ്റെ അതേ MP ആയ നാട്ടിലാണ് ഞാനും. അതെ അതെ. കാസർഗോഡ്. അതെ അതെ. ശാന്തി എന്ന കവിതയിലും അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ AKGയെ കുറിച്ച് അല്ലേ അങ്ങ് തന്നെ ഒരു തവണ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും കാണാൻ ഒരുപക്ഷെ ഞാനുണ്ടാവില്ല, പക്ഷേ അതെ ആ പുലരി വരും, ഒരു പുലരി വരും എന്നുള്ളതാണ് ഇത്തരം സങ്കല്പം. ആ ഒരു സങ്കല്പമാണ് അതിൻ്റെ പിന്നിൽ.